الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون മുസ്ലിം സഹോദരങ്ങളെ സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളും വിശ്വാസിനികളുമായി ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. മനുഷ്യർക്ക് മാത്രമായി അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്, പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നഗ്നത മറയ്ക്കാനുള്ള വസ്ത്രം മനുഷ്യന് അല്ലാഹു നൽകിയത്. മനുഷ്യർ വസ്ത്രധാരണത്തിൽ ഓരോ പ്രദേശത്തും ഓരോ രൂപത്തിലാണ്. ഓരോ രാജ്യങ്ങളിൽ വ്യത്യസ്തമായ വസ്ത്ര സംസ്കാരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില ആചാരങ്ങളിലും വസ്ത്രങ്ങൾ അങ്ങനെയാണ്. നമ്മൾ തന്നെ ചില ആരാധനാ കർമ്മങ്ങളിൽ ഉംറ നിർവഹിക്കുമ്പോൾ നമ്മുടെ വസ്ത്രത്തിന് വ്യത്യാസമുണ്ട്. ഒരു മരിച്ച മനുഷ്യനെ നമ്മൾ അണിയിക്കുന്ന വസ്ത്രം വേറൊരു രൂപത്തിലാണ്. മറ്റു മതങ്ങളിൽ ശബരിമലയ്ക്ക് ഒരാൾ പോകുമ്പോൾ അയാളുടെ വസ്ത്രം വേറെയാണ്. ഇങ്ങനെ വ്യത്യസ്തമായ സംസ്കാരങ്ങളിൽ വ്യത്യസ്തമായ രീതികളിലൊക്കെ വസ്ത്രധാരണത്തിന്റെ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. വസ്ത്രം ധരിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കേരളത്തിൽ പോലും വസ്ത്രം ധരിക്കുന്നതിന് വേണ്ടി സമരം നടന്ന ഒരു നാടാണ്. മാറ് മറക്കാൻ വേണ്ടി ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സമരം ചെയ്തു എന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ചാന്നാർ ലഹള എന്ന് പറഞ്ഞാൽ മേൽവസ്ത്രം ധരിക്കാൻ ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അവകാശം കിട്ടണം എന്നതിന്റെ പേരിൽ നടന്ന സമരമായിരുന്നു. 1822 ആരംഭിച്ച സമരം അവസാനിക്കുന്നത് 1859 35 വർഷക്കാലം ഒരു വിഭാഗം സ്ത്രീകൾ, കേരളത്തിലെ സ്ത്രീകൾ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മാറ് മറയ്ക്കണം, മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യുകയും അവസാനം സർക്കാർ ഔദ്യോഗികമായി നിങ്ങൾക്ക് വസ്ത്രം ധരിക്കാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തത് 35 വർഷം സമരം ചെയ്ത്
അടികിട്ടി പലരും അതിന്റെ പേരിൽ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തതിന് ശേഷമായിരുന്നു ഈ അവകാശം ഒരു സമൂഹത്തിന് കിട്ടിയത് എന്നതൊരു ചരിത്ര വസ്തുതയാണ്. അതുപോലെ 1908 നടന്ന ബ്ലൗസ് ഇടൽ സമരം, ഇങ്ങനെ മനുഷ്യന് വസ്ത്രം ധരിക്കാൻ സമരം ചെയ്ത ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുക. അപ്പോ വസ്ത്രം എന്ന് പറയുന്നത്, ഖുർആൻ വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞത് അത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഖുർആൻ എടുത്ത് പറയുന്നത്. യാ ബനി ആദം, മനുഷ്യരെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസ, അല്ലാഹ് നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിട്ടുണ്ട്. യുവാരി സൗആത്തിക്കും, നിങ്ങളുടെ നഗ്നത മറയ്ക്കുവാൻ, വലീശ, ഒരു അലങ്കാരമായിട്ട് നിങ്ങൾക്ക് അല്ലാഹ് വസ്ത്രം ഇറക്കി തന്നു. അല്ലാഹു നൽകിയ വലിയൊരു മഹത്തായ അനുഗ്രഹമായിട്ട് ഖുർആൻ നമുക്ക് എടുത്ത് പറഞ്ഞ് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെയാണ് വസ്ത്രം ധരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കൊരു പുതുവസ്ത്രം കിട്ടിയാൽ അത് ധരിക്കുമ്പോ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി അത് ധരിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. റസൂൽ പറഞ്ഞു, വസ്ത്രം നിങ്ങൾ ധരിക്കുമ്പോൾ, പുതുവസ്ത്രം ധരിക്കുമ്പോ അല്ലാഹുമ്മ, നിങ്ങൾ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ ലക്കൽ ഹംദു, നിനക്കാണ് പടച്ചവനെ സർവസ്തുതിയും, അൻത കസൗതനി, നീയാണ് എനിക്ക് ഈ വസ്ത്രം ധരിപ്പിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, മിൻ ഖൈരിഹി, ഈ വസ്ത്രത്തിലുള്ള ഖൈർ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വ ഖൈരി മാ സുനിഅ ലഹു, ഈ വസ്ത്രം നിർമ്മിച്ചത് കൊണ്ടുള്ള അതിന്റെ ഖൈർ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതുപോലെ തന്നെ വഅഊദു ബിക മിൻ ശർരി വശർരി മാ സുനിഅ ലഹു, ഈ വസ്ത്രത്തിലുള്ള ശർറുണ്ട്, ആ ശർറിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് എന്ന്. അപ്പൊ ഇത് വസ്ത്രം ധരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ വിശ്വാസികളെ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എന്താണ് ഈ വസ്ത്രം? ഓരോ വസ്തുവിനും എന്താണ് വസ്ത്രത്തിന്റെ ഗുണം, എന്താണ് വസ്ത്രത്തിന്റെ ദോഷം? ഏതൊരു വസ്തുവിനും ഗുണവും ദോഷവും ഒക്കെ ഉണ്ടാകും. ഒരു വസ്ത്രം ധരിക്കുമ്പോഴുള്ള ഗുണം എന്ത് എന്ന് ചോദിച്ചാൽ അത് ആ മനുഷ്യന്റെ സുരക്ഷിതത്വമാണ്, അതിന്റെ അലങ്കാരമാണ്. ഇത് രണ്ടും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലീശ എന്ന് പറഞ്ഞു, യുവാരി സൗഹാർദ്ദിക്കും, നഗ്നത മറക്കുക എന്നത് മനുഷ്യന്റെ സുരക്ഷിതത്വത്തിന് ആവശ്യമാണ്. ഇത് രണ്ടുമാണ് ഒരു വസ്ത്രം കൊണ്ടുണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത്. എന്താണ് ഒരു വസ്ത്രം കൊണ്ടുണ്ടാകുന്ന ദോഷം എന്ന് പറയുന്നത്? അത് അഹങ്കാരമാണ്, ദൈവത്തെ മറക്കുക എന്നതാണ്. ഇത് രണ്ടും വസ്ത്രം കൊണ്ടുണ്ടാകാം. അതുകൊണ്ടാണല്ലോ സഹാബികൾ ചോദിച്ചത്, പ്രവാചകനെ, ഞാനൊരു നല്ല ചെരുപ്പ് ധരിക്കാൻ ആഗ്രഹിക്കുന്നു, എന്റെ വസ്ത്രം ഏറ്റവും നല്ലതാകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇത് അഹങ്കാരമായി മാറുമോ എന്ന് സഹാബികൾ ഒരിക്കൽ സംശയം ചോദിച്ചു റസൂലിനോട്. റസൂൽ പറഞ്ഞു, ഇല്ല, ഇന്നല്ലാഹ ജമീലുൻ, അല്ലാഹ് ജമീലാണ്, വയുഹിബ്ബുൽ ജമാല, അവൻ ജമാലിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അൽ ബത്റുൽ ഹഖ് വ ഗംതുൻ നാസ്, സത്യത്തെ നിഷേധിക്കലാണ്, ജനങ്ങളെ നിസ്സാരമായി കാണലാണ്. ഒരു വസ്ത്രം ധരിക്കുമ്പോൾ ഞാൻ കേവലാണെന്ന് തോന്നിയാൽ അത് അഹങ്കാരമായി എന്ന് നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്നുണ്ട്, എന്നാൽ ഏറ്റവും നല്ല വസ്ത്രം ഏതാണെന്നറിയോ? ലിബാസു തഖ്വ. നിങ്ങൾ ഏത് വസ്ത്രം ധരിച്ചാലും, നിങ്ങളുടെ ശരീരം എങ്ങനെ മോടി പിടിപ്പിച്ചാലും, പക്ഷെ ലിബാസു തഖ്വ, തഖ്വയുടെ വസ്ത്രം, അതൊരു ആലങ്കാരിക പ്രയോഗമായിരിക്കാം. എന്നിരുന്നാലും തഖ്വയുടെ വസ്ത്രം, നിങ്ങൾ എന്ത് വസ്ത്രം ധരിച്ചാലും നിങ്ങൾ മനസ്സിൽ തഖ്വയുടെ വസ്ത്രമില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് ഖുർആൻ ഈ ആയത്തിന്റെ അവസാനത്തിൽ എടുത്ത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വസ്ത്രം നമ്മൾ നേരത്തെ പറഞ്ഞു, വസ്ത്രം പല രൂപത്തിലാണ്. ഓരോ മതത്തിനും പ്രത്യേകമായ വസ്ത്ര രൂപവും വസ്ത്രശൈലിയുമുണ്ട്. നമ്മൾ പർദ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്നത് ഏകദേശം 90 കാലഘട്ടങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ വിദേശ വൈദേശിക ബന്ധം, അതുപോലെ വീടുകളിലൊക്കെ TV ഇതൊക്കെ വ്യാപകമാകുന്നത് 90-കൾക്ക് ശേഷമാണ്. അതിനുശേഷമാണ് വിദേശത്തുള്ള വസ്ത്രങ്ങളൊക്കെ ആളുകൾ കാണുകയും പർദ്ദ വ്യാപകമാക്കുകയും ചെയ്തത്. പക്ഷെ ഈ പർദ്ദയൊക്കെ വ്യാപകമായപ്പോൾ അത് ഒരു ഭീകരതയുടെ വസ്ത്രമായി ചിത്രീകരിക്കപ്പെട്ടു എന്നതും
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. വസ്ത്രം പലപ്പോഴും ഭീകരമായി മാറുന്നു. അത് വല്ലാത്തൊരവസ്ഥയാണ്. ഒരാള് തന്റെ അരയിൽ കെട്ടിയ ഒരു തോർത്ത് കൊണ്ടെടുത്ത് തലയിൽ കെട്ടുമ്പോൾ ആ തലക്കെട്ട് ഒരു ഭീകരതയായി മാറും. തോളിലിട്ട ഒരു ഷാള് അത് തലയിൽ ചുറ്റി ധരിക്കുമ്പോൾ അത് ഭീകരതയുടെ ചിഹ്നമായി മാറും. വസ്ത്രത്തിന്റെ ഒരു മാറ്റമാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോ കേരളത്തിൽ പ്രത്യേകിച്ച് തൊട്ടതൊക്കെ വർഗീയപരമായി മാറുന്ന ഒരു കാലഘട്ടമാണ്. 100 ആള് ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിൽ ആ അഭിപ്രായം പറഞ്ഞ ആള് ഒരാള് 99 ആള് മറ്റു മതത്തിൽപ്പെട്ട ആളാണ്, ഒരാള് മുസ്ലിമാണ് എങ്കിൽ ആ മുസ്ലിം പറഞ്ഞ അഭിപ്രായം വർഗീയമായി മാറുന്ന ഒരു സമകാലിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ കാണുന്ന ഒരവസ്ഥയിലാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയത പച്ചക്ക് വിളിച്ചു പറയാണ്. വേഷം കൊണ്ടും സംസാരം കൊണ്ടും മുസ്ലിങ്ങൾ അപലവൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം കൊണ്ടുണ്ടായ ഒരു രാജ്യമല്ല, ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഉണ്ടായ ഒരു രാജ്യമല്ല, ഫാസിസ്റ്റുകൾ ഭരിക്കാൻ തുടങ്ങിയപ്പെട്ടായ രാജ്യവുമല്ല. ഈ ഇന്ത്യ രാജ്യത്തിന് ഒരുപാട് നാഗരികതകളുടെ, ഒരുപാട് സംസ്കാരങ്ങളുടെ സംഗമവേദിയായിട്ടാണ് ഇന്ത്യ രാജ്യത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അനേകായിരങ്ങളുടെ വിയർപ്പും അനേകായിരങ്ങൾ ചിന്തിയ ചോരയും അവരുടെ സ്വപ്നങ്ങളും അവരുടെ അധ്വാനവുമായിരുന്നു ഈ ഇന്ത്യ രാജ്യം എന്ന യാഥാർത്ഥ്യം പലരും മറന്നുപോവുകയാണ്. അത് ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെടുന്നതല്ല, ചരിത്ര സത്യമാണ്, ചരിത്ര യാഥാർത്ഥ്യമാണ്. വേറൊരു വിഷയം, നമ്മുടെ വിഷയത്തിൽ നിന്ന് പോവാതിരിക്കട്ടെ. ഏതായിരുന്നാലും നമ്മൾ വസ്ത്രവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരാളുടെ മറ്റൊരാളുടെ വസ്ത്രം എന്ന് പറയുന്നത് അത് നമ്മൾ മോശമായി കാണേണ്ടതില്ല. ഇപ്പോ ഒരു ക്രിസ്ത്യാനി, ഒരു കന്യാസ്ത്രീകൾ, അവരുടെ വസ്ത്രത്തെ ഒരു വർഗീയമായി കാണാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. ഒരു സന്യാസിയുടെ കാഷായ വസ്ത്രം അതിനെ വർഗീയമായി കാണാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. അപ്പോ വസ്ത്രം എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ ഗുണവും ദോഷവും ഉണ്ട്. ഇസ്ലാമിലെ വസ്ത്രം എന്ന് പറയുന്നത് അത് അള്ളാഹുവും അവന്റെ റസൂലും നിർദ്ദേശിച്ചിട്ടുള്ള വസ്ത്രമാണ്. ആ വസ്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ വസ്ത്രം മാന്യതയുള്ളതാവണം. അത് സ്ത്രീയായിരുന്നാലും പുരുഷനായിരുന്നാലും സ്ത്രീക്ക് സുരക്ഷിതത്വമുള്ളതായിരിക്കണം സ്ത്രീയുടെ വസ്ത്രം. അവൾ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് എന്ന് ഖുർആൻ നമുക്ക് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. സ്ത്രീക്ക് പ്രത്യേകമായ ഒരുപാട് സംരക്ഷിത മേഖലകൾ ഉണ്ടല്ലോ. നമ്മൾ ബസ്സിൽ കയറിയാൽ സ്ത്രീകൾക്ക് പ്രത്യേകമായ സീറ്റ്, അങ്ങനെ എവിടെ നോക്കിയാലും സ്ത്രീകൾക്ക് പ്രത്യേകമായി അവൾ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ന് പറഞ്ഞാൽ പളുങ്ക് പാത്രങ്ങളോട് നിങ്ങൾ അനുകമ്പ കാണിക്കുക എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ഒരു പളുങ്ക് പാത്രത്തോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചിട്ടുള്ളത്. അത് കയ്യിൽ നിന്ന് വീണാൽ പൊട്ടിപ്പോകും. അതുകൊണ്ട് അങ്ങനെ പെരുമാറേണ്ടതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അത് വേഷത്തിലും അങ്ങനെ തന്നെയാണ്. അത് പറയുമ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം വേണ്ടേ, മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ബോഡി എന്റെ തീരുമാനമാണ് എന്നൊക്കെ പുതിയ മുദ്രാവാക്യങ്ങളും പുതിയ ആശയങ്ങളും പുതിയ ലിബറൽ ചിന്താഗതികളും ഒക്കെ ഉണ്ടാകും. എന്ത് തന്നെ ഉണ്ടായിരുന്നാലും ശരി, ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള വസ്ത്രം എന്ന് പറയുന്നത്, അത് പറയുമ്പോ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയും. ഇസ്ലാമിലെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് ദൈവഹിതത്തിനനുസരിച്ചുള്ളതാവണം. അത് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനുണ്ട്. വസ്ത്രധാരണത്തിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ പുരുഷനോടും പറഞ്ഞിട്ടുണ്ടല്ലോ. നീ നിന്റെ വസ്ത്രത്തിൽ ശ്രദ്ധിക്കണം. പ്രമുഖ സഹാബി ഉബൈദ് ബിൻ ഖാലിദ് മദീന തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോവാ. അയാളുടെ വസ്ത്രം ഇങ്ങനെ നിലത്തിങ്ങനെ എരിഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, തിരിഞ്ഞു നോക്കിയപ്പോൾ റസൂലിനെയാണ് കാണുന്നത്. അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ വസ്ത്രം നീ ലളിതമാക്കണം.
നിന്റെ ആത്മാവിൽ കളങ്കമുണ്ടാവുകയും ചെയ്യരുത്. അപ്പോ ഉബൈദ് ഖാലിദ് റളിയല്ലാഹു ചോദിച്ചു, റസൂലേ, എന്റെ വസ്ത്രം വളരെ ലളിതമായ വസ്ത്രമാണല്ലോ. ശരി, നിന്റെ ആത്മാവിൽ കളങ്കമുണ്ടാകും. നിന്റെ വസ്ത്രം അഹങ്കാരത്തോടുകൂടി നിലത്ത് വലിച്ചിഴച്ചുകൊണ്ട് നീ നടക്കാൻ പാടില്ല. വസ്ത്രം ഇങ്ങനെ വലിച്ചിഴച്ച് നടക്കുന്നതിലേക്ക് അല്ലാഹ് നോക്കുക പോലുമില്ല. അപ്പൊ വസ്ത്രം എന്ന് പറയുന്നത് ഒരു ഇസ്ലാം എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വസ്ത്രത്തിന്റെ എങ്ങനെ വസ്ത്രം ധരിക്കണം. വസ്ത്രം ഒരു ഐഡന്റിറ്റിയാണ്. ഓരോരുത്തർക്കും ഓരോ വസ്ത്രമുണ്ട്. നമ്മളിപ്പോ വസ്ത്രവിധാനങ്ങൾ, സ്കൂൾ കുട്ടികൾക്ക് അവരുടേതായ വസ്ത്രമുണ്ട്, ഓരോ ഓഫീസിലെ മാനേജർക്ക് അവരുടേതായ വസ്ത്രമുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇസ്ലാമിക മാനങ്ങൾ പാലിച്ചുകൊണ്ടാവണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന നിർദ്ദേശം. വസ്ത്രം മാന്യതയുള്ളതാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചെത്തുക. ആ തിരിച്ചെത്തുന്ന സന്ദർഭത്തിൽ റസൂലുള്ള സഹാബികളോട് പറഞ്ഞു, ഇന്നക്കും ഖാദിമൂന ഇഖ്വാനി, നിങ്ങളിതാ നമ്മുടെ സഹോദരന്മാരുടെ അടുത്തേക്ക് എത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ യാത്രാ വാഹനങ്ങളൊക്കെ നന്നാക്കുക. നിങ്ങളുടെ വസ്ത്രമൊക്കെ നല്ലതാക്കി മാറ്റുക. കാരണം നിങ്ങൾ ജനങ്ങളുടെ അടുത്തെത്തുമ്പോൾ നിങ്ങൾ നല്ല മാന്യന്മാരായിരിക്കും, മാന്യമായ വേഷം ധരിച്ചവരായിരിക്കും. കാരണം അള്ളണ്ടല്ലോ, സ്വയം വഷളാകുന്നവരെയും വഷളന്മാരെയും അള്ളാഹ് ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ വസ്ത്രം എന്ന് പറയുന്നത് ആ വസ്ത്രത്തിന് ഒരു മാന്യത വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് വസ്ത്രം ധരിക്കാൻ എല്ലാവരോടും കൽപ്പിച്ചത്. അത് പുരുഷന്മാരോടും കൽപ്പിച്ചിട്ടുണ്ട്. ഒരു സദസ്സിലേക്ക് പോകുമ്പോ മാന്യമായ വസ്ത്രം. റസൂൽ പറഞ്ഞു, നിഅമർ റജുലുൽ ഖുറൈമുൽ ഉസൈദി, ഖുറൈമുൽ ഉസൈദി എന്ന് പറയുന്ന മനുഷ്യൻ എത്ര നല്ല ആളാകുമായിരുന്നു. പക്ഷെ അയാൾക്ക് രണ്ട് ദോഷമുണ്ട്. ഒന്ന്, അയാളുടെ മുടി വല്ലാതെ നീട്ടിയിട്ടുണ്ട്. മറ്റൊന്ന്, അയാളുടെ വസ്ത്രം ഇങ്ങനെ വലിച്ചഴിച്ചുകൊണ്ടാണ് നടക്കുക. ഇത് കേട്ടപ്പോ അദ്ദേഹം തന്നെ മുടി ചെവി വരെ വെച്ച് മുറിച്ചു, വസ്ത്രം കയറ്റി ഉടുത്തു. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഒരുപാട് ആളുകളെ കുറിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. പ്രവാചകന്റെ സദസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നപ്പോ പ്രവാചകൻ അയാളോട് പറഞ്ഞു, നീ നിന്റെ മുടിയൊന്ന് നേരാക്കി എടുക്കുക, നിന്റെ വസ്ത്രമൊക്കെ ഒന്ന് അലക്കിയിട്ട് വാ, സോപ്പ് വാങ്ങാൻ പണമില്ലേ എന്നൊക്കെ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പലരോടും ചോദിച്ചതായി സഹീഹായ ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരുപാട് പാഠമുണ്ട്. നമ്മളൊരു സദസ്സിലേക്ക് എത്തുമ്പോഴാണെങ്കിലും, ആളുകൾ കൂടുന്ന ഒരു വേദിയിലേക്ക് എത്തുമ്പോഴാണെങ്കിലും അവിടെയൊക്കെ മാന്യമായ വസ്ത്രം ധരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കേണ്ട സംഗതിയാണെന്ന് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിയായ ഒരു വസ്ത്രം ധരിക്കാത്ത, ഒരു വസ്ത്രം പൂർണ്ണല്ല, അയാള് സദസ്സിലേക്ക് കടന്നു വന്നപ്പോ റസൂൽ ചോദിച്ചു, അലക്ക മാലും, നിന്റെ കയ്യിൽ പൈസ ഒന്നും? അപ്പൊ അയാൾ പറഞ്ഞു, കാലനണം ഉണ്ട് റസൂല്, എന്റെ കയ്യിൽ പണമുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഖല മിൻ അയ്യുൽ മാൽ, എന്തൊക്കെ പൈസയാണ് നിന്റെ അടുത്തുള്ളത്? അപ്പൊ അയാൾ പറഞ്ഞു, ഖല ഖദ് അതാനി അല്ലാഹു മിനൽ ഇബ്ലി, എനിക്ക് അല്ലാഹ് ഒരുപാട് ഒട്ടകത്തെ തന്നിട്ടുണ്ട്. വൽ ഗനം വൽ ഖൈർ വൽ റഖി, അടിമകളുണ്ട്, ഒട്ടകണ്ട്, കുതിരണ്ട്, ആട്, ഇങ്ങനെ എല്ലാ സമ്പത്തും ഉണ്ട് റസൂലേ. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖല ഫൈദ അതാഖ മാലൻ, എങ്കിൽ അല്ലാഹ് നിനക്ക് ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഫൽയുറ അസറു നിഅമതിഹി അലൈക വകറാമതിഹി, അല്ലാഹ് നിനക്ക് തന്നിട്ടുള്ള സമ്പത്ത് ഉണ്ടല്ലോ, ആ സമ്പത്ത് നിന്നിൽ കാണണം. എന്ന് പറഞ്ഞാല്
ഒരു വസ്ത്രം മതിയാവാത്തൊരു വസ്ത്രം ധരിച്ച് വന്ന ആളോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. അപ്പൊ നല്ല വസ്ത്രം ധരിക്കുക എന്നത് പൈസയൊക്കെ ഉണ്ടെങ്കിലും വസ്ത്രം ധരിക്കുന്നിടത്തിന് പിശുക്ക് കാണിക്കാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പഠിപ്പിച്ചിട്ടുള്ള സംഗതി. ആ വസ്ത്രം മാന്യതയുടെ വസ്ത്രമാണ്. അത് പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദബുകളിലൊക്കെ കാണാൻ സാധിക്കും. ഒരു സദസ്സിലേക്ക് നമ്മൾ പോകുമ്പോ മാന്യമായ വസ്ത്രം ധരിച്ചായിരിക്കണം ആ സദസ്സിലേക്ക് പോകേണ്ടത്. ഇതൊക്കെ ഒരു വിശ്വാസിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പാഠാണ്. വെള്ളിയാഴ്ചത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, വെള്ളിയാഴ്ചക്ക് വേണ്ടി മാത്രമായി വെള്ളിയാഴ്ച ജുമയിൽ പങ്കെടുക്കാൻ ആ ജുമാ നമസ്കാരത്തിന് വേണ്ടി മാത്രം പ്രത്യേകമായ വസ്ത്രം ധരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. നമുക്ക് ഒരുപാട് വസ്ത്രം ഉണ്ടാവും, പക്ഷെ വെള്ളിയാഴ്ചക്ക് വേണ്ടി ഒന്നോ രണ്ടോ വസ്ത്രം അത് വെള്ളിയാഴ്ച വൃത്തിയോടുകൂടി ധരിച്ച് ആ പള്ളിയിൽ വരുന്ന ഒരു സുന്നത്തായിട്ട് പോലും ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വസ്ത്രം എല്ലാ കാലത്തും വസ്ത്രധാരണത്തെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ ഇങ്ങനെ സമൂഹത്തിൽ ഉണ്ടാവും. ലിബറലിസവും അല്ലാത്തതും അങ്ങനെ തുടങ്ങിയിട്ട് മുസ്ലിങ്ങൾക്കിടയിലും മുസ്ലിങ്ങൾക്കും മറ്റുള്ളവർക്കിടയിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വിവാദങ്ങൾ, സ്കൂൾ കുട്ടികളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് അങ്ങനെയൊക്കെ ചർച്ചകളൊക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇസ്ലാമിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും അത് വിശുദ്ധ ഖുർആനിലെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഹിതമനുസരിച്ചാണ്. മാത്രവുമല്ല, വസ്ത്രധാരണത്തെ കുറിച്ച് ഇസ്ലാം പറയുന്നത് ആ വസ്ത്രധാരണം മാന്യതയുള്ള വസ്ത്രം ധരിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയായിട്ട് ഖുർആനും ഹദീസും പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ രൂപത്തിലുള്ള വസ്ത്രധാരണത്തെ കുറിച്ചുള്ള ഒരു ബോധം നമ്മളുടെ ഒക്കെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മുസ്ലിം സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എത്തിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളുമായി ജീവിക്കാൻ കൂടി എന്നോടെന്ന പോലെ നമ്മളോട് ഉപദേശിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ ചില സമീപനങ്ങളിലെ കാര്യങ്ങളാണ്. ഇത് വിശുദ്ധ ഖുർആനും അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കാലഘട്ടത്തിനനുസരിച്ച് വസ്ത്രങ്ങളിൽ ഇങ്ങനെ മാറ്റം വന്നു പോകാറുണ്ട്. പുതിയ ഫാഷനുകളും പുതിയ വസ്ത്രധാരണ ശീലങ്ങളും ഒക്കെ അവരിൽ കടന്നു വരും. അങ്ങനെ കടന്നു വരുമ്പോൾ അതൊക്കെ ഹറാമാണോ, ഇതൊക്കെ ഹലാലാണോ എന്നതിനെ കുറിച്ചുള്ള ഓരോരുത്തരുടെയും വ്യക്തിപരമായ അഭിപ്രായങ്ങളും ചർച്ചകളും ഉണ്ടാവും. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ കാര്യം: വസ്ത്രം ആഭാസകരമാണ്. വസ്ത്രം മനുഷ്യന്റെ നഗ്നത മറക്കുന്നതാവണം. അത് സ്ത്രീ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നത് അറിയാത്തവരായി മുസ്ലിങ്ങളിൽ ആരുമില്ല. പുരുഷൻ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നതും അറിയാത്തവരായിക്കൊണ്ട് ആരുമില്ല. അതുകൊണ്ട് തന്നെ ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വസ്ത്രധാരണത്തിൽ മിതത്വം പാലിച്ചുകൊണ്ട് ആഭാസകരമല്ലാത്ത വസ്ത്രം ധരിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. എങ്കിൽ അള്ളാഹുവിന്റെ ബർക്കത്ത് നമുക്ക് കിട്ടിയ വസ്ത്രത്തിലുണ്ടാവും, അത് ധരിക്കുന്നതിലും ഉണ്ടായിത്തീരുമെന്നാണ് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആ രൂപത്തിൽ നമ്മൾ ക്രമീകരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന്, ഒരു സഹോദരന്റെ ഭാര്യ ഒരു സർജറി കഴിഞ്ഞ് വിദേശത്ത് ഹോസ്പിറ്റലിലാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു
ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. മറ്റൊരു കാര്യം, ഇന്ന് നമ്മളുടെ കളക്ഷൻ നമ്മുടെ പള്ളി പരിപാലനത്തിനുള്ള കളക്ഷനാണ്. പരമാവധി എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും അല്ലാഹു പുറത്തുമാക്കി തീരുമാനാകട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കഷ്ടപ്പെടുന്നവർ, ദുരിതമനുഭവിക്കുന്നവർ, അവർക്കെല്ലാം അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم لا تجعلنا مع القوم الظالمين. اللهم لا تجعلنا فتنة القوم الظالمين. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم